എനിക്കൊരു പയ്യനെ താല്പര്യമുണ്ട്. ഭർത്താവുണ്ട്, 2 കുട്ടികളുണ്ട്. ഇത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ചെക്കനുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, അത് കൺഫേം ചെയ്തോളൂ. ഇനിയിപ്പോൾ ഭർത്താവ് അവർക്ക് ബുദ്ധിമുട്ടാച്ചാൽ ഭർത്താവിനെ നമുക്ക് വിഷം കൊടുത്തിട്ട് കൊല്ലാം. എന്തങ്ങനെയൊന്നും പറയണ്ടെന്ന്. ഹായ് ഹലോ, അതെ, എന്നെ ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നിറക്കൂട്ട് വിവാഹ ബ്യൂറോ, കോഴിക്കോട്, മൂടാടി, വയനാട്, കണ്ണൂർ, മലപ്പുറം. അപ്പോൾ ഇതിലേക്ക് എന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാന്നുള്ളത് ഇതിൻ്റെ അഡ്മിനെ തന്നെ ഒന്ന് വിളിച്ചു നോക്കാം. 2 അഡ്മിന്മാരുണ്ട്. അതിൽ ആദ്യത്തെ അഡ്മിനെന്ന് ഞാൻ വിളിച്ചു നോക്കട്ടെ. എന്താ സംഭവം എന്നറിയണമല്ലോ. ഞാൻ വിവാഹിതയാണ്. ഇനി എന്നെ വിവാഹം കഴിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇവർ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നോക്കണമല്ലോ. ഒരു പെങ്കൊച്ചിൻ്റെ ഫോട്ടോയും ഏജും കാര്യങ്ങളൊക്കെ അവരെടുത്തിട്ടിട്ടുണ്ട്. ഫോൺ എടുക്കുന്നില്ല. ഫോൺ എടുക്കാത്ത പക്ഷം നമുക്ക് അടുത്ത ആളെ വിളിച്ചു നോക്കാം. 2 അഡ്മിന്മാരാണ് ഇതിലുള്ളത്. അടുത്ത അഡ്മിനെ നിന്ന് വിളിച്ചു നോക്കാം. 2ഉം ചെറിയ പയ്യന്മാരാണ്. ചെറിയ പയ്യന്മാരെന്ന് പറയാനില്ല, ഒരു 28-30 വയസ്സുള്ള കുട്ടികൾ. നോക്കട്ടെ. അരുണേ, നിന്റെ ഫോണും കൊണ്ടാ? നിന്റെ ഫോണൊന്നും കൊണ്ടാ? നിന്റെ നമ്പർ എടുക്കാഞ്ഞിട്ടാണെങ്കിലോ? നമ്പർ വരുന്നത് 98 95 13 43 58. 334 മെമ്പേഴ്സ് ഉണ്ട്. കോൾ എടുക്കുന്നില്ല. രണ്ടും ഒരാൾ തന്നെ. എനിക്കൊരു കല്യാണാലോചനക്ക് താല്പര്യമുണ്ട്, അതുകൊണ്ടൊന്ന് വിളിച്ചു നോക്കുന്നതല്ലോ. മറ്റേ നമ്പറിലേക്ക് ഒന്ന് വിളിക്ക്. മറ്റേ നമ്പറിലേക്ക് ഒന്ന് വിളിക്ക്. അടക്ക്, ഇങ്ങോട്ട് വാ. അല്ല, എന്നെ എന്തിനാണ് ഈ വിവാഹ ബ്യൂറോയിൽ ഒക്കെ ഇവർ ആഡ് ചെയ്തതെന്നുള്ളതൊന്നും എനിക്കറിയണമല്ലോ. എനിക്ക് ഏതായാലും ഇപ്പോൾ കെട്ടാൻ താല്പര്യമില്ല. കെട്ടിയോ സമ്മതിക്കാത്തത് കൊണ്ട് മാത്രം. അപ്പോൾ അതൊന്നും അറിയണമല്ലോ. ഒന്ന് വന്നേ. അരു, ആ ഫോണൊന്നും തന്നെന്നാൽ. വിനീഷ് ബ്രോ എവിടെ പോയി? ഒരുവിധ ആൾക്കാരെ നിനക്ക് അറിയാമെങ്കിൽ എന്നെ എന്തിനാണ് ഇതിൽ ആഡ് ആക്കിയത് എന്നാണ് എനിക്ക് അറിയേണ്ടത്. ആഡാക്കിയ പയ്യനിതാ, ഇതാണ്. ഫോണ് കിട്ടുന്നില്ല. വേറെ ആരോ വിളിക്കുന്ന, അതൊന്ന് കേൾട്ടെ. ഹലോ ഹലോ ഹലോ, വിവാഹ ബ്യൂറോക്കാർ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെ തിരിച്ച് വിളിക്കുമായിരിക്കും അല്ലേ?
അപ്പോൾ നമുക്ക് എടുക്കാം. അതായിരിക്കും ബെറ്റർ. ഞാൻ ചോദിക്കും എന്തിനാണ് എന്നെ ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തതെന്നുള്ളത്. ചിലപ്പം എൻ്റെ നമ്പർ കണ്ടതുകൊണ്ട് എടുക്കാതിരിക്കുന്നതും ആയിരിക്കാം. എടുക്കുന്നില്ല. അവൻ്റെ ബുള്ളറ്റ് നമ്പർ KL 18T5450. ഏതായാലും ഇവൻ വിളിക്കുന്ന സമയത്ത് ബാക്കി നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കേട്ടോ. ഹലോ, നമസ്കാരം. എന്റെ പേര് സനൽ. സനൽ, ഞാൻ നിങ്ങളൊരു ആരാധകനാണ്. ഞാൻ യൂട്യൂബിൽ നിങ്ങളെ ഫോളോവറാണ്. ഓക്കെ, നിങ്ങളാണോ എന്നെ ഈ ഇതില് ബ്യൂറോയിൽ ചേർത്തത്? എനിക്കൊരു പയ്യനെ താല്പര്യം ഉണ്ടായിരുന്നു. നിങ്ങൾക്കാ? ഞാൻ നിങ്ങളെ അതിന്റെ അകത്ത് എട്ടാം തീയതി വേണ്ടിട്ടാന്നറിയോ? എന്തിനാ? നിങ്ങളെ കെയർ ഓഫ് ഞങ്ങളെ ബ്യൂറോയിലേക്ക് ചെക്കനോ കുട്ടിയോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും. എനിക്കൊരു പയ്യനെ താല്പര്യമുണ്ട്. ഭർത്താവുണ്ട്, 2 കുട്ടികളുണ്ട്. ഇത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ചെക്കനുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, അത് കൺഫേം ചെയ്തോളൂ. ഇനിയിപ്പോൾ ഭർത്താവ് അവർക്ക് ബുദ്ധിമുട്ടാച്ചാൽ ഭർത്താവിനെ നമുക്ക് വിഷം കൊടുത്തിട്ട് കൊല്ലാം. എന്തങ്ങനെയൊന്നും പറയണ്ടെന്ന്. ഞാൻ സോഷ്യൽ മീഡിയയിൽ നമ്പർ കൊടുത്തത് നിങ്ങൾക്ക് കണ്ട കല്യാണ ബ്യൂറോയിൽ കൊണ്ടുവച്ച് നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വിചാരം? എന്താ ആഡ് ചെയ്തത്? എന്തിനാ ആഡ് ചെയ്തത്? ഞാൻ വിവാഹം കഴിച്ചതാന്ന് നിങ്ങൾക്കൊക്കെ സോഷ്യൽ മീഡിയ കൂടി അറിയില്ലേ? പിന്നെ ഏതിനല്ലാന്നാ? പിന്നെ എനിക്കെന്താ, ഞാനെന്താ ബ്രോക്കറാണോ? എനിക്കെന്താ മൂന്നാന്റെ പണിയുണ്ടോ? ആരാധിക്കുന്നെന്ന് വിചാരിച്ചിട്ട് എന്ത് തോന്നിയാസം ചെയ്യാന്നുണ്ടോ? നിങ്ങൾ ഈ ഏതെങ്കിലും പെൺകുട്ടികളെ ഫോട്ടോസൊക്കെ എന്റെ ഫോണിലേക്ക് എടുത്തിട്ട് അത് നിങ്ങൾ കല്യാണം കഴിഞ്ഞതാണോ അല്ലാത്തതാണോ എന്നുള്ള ഞാൻ എങ്ങനെ അറിയാ? എനിക്കെന്താ കല്യാണാലോചന നടത്തുന്ന പരിപാടി ഉണ്ടോ? ഞാൻ അങ്ങനെ പറയുള്ളൂ. നിങ്ങളെ ഫോളോവറിന്റെ ഏറ്റവും നല്ലതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്കെതിരെ പലരും പലതും പറയുമ്പോ ആയിക്കോട്ടെ, എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. വിവാഹം കഴിഞ്ഞ് 2 കുട്ടികളും ഭർത്താവുമായിട്ടുള്ള നിൽക്കുന്ന എന്നെ നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിൽ പിടിച്ച് ആഡ് ചെയ്തിട്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഏതെങ്കിലും ഫോട്ടോ കണ്ടിട്ട് നിങ്ങളുടെ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ. ഞാൻ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളാണോ? ഇതിലെല്ലാരും ഉണ്ട് മാഡം, ഇതിലെല്ലാരും ഉണ്ട്. ഞങ്ങളൊരു സംഘടന വിവാഹ ബ്യൂറോ ഏജന്റ് അസോസിയേഷൻ. അപ്പൊ അതിലേക്ക് ഞാൻ എല്ലാവരും ഇതിനകത്ത് ഞാൻ കേരളത്തിൽ മുഴുവനുണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനത്തെ രീതിയിലുള്ള ആൾക്കാരൊന്നുമല്ല. നിങ്ങൾ അങ്ങനത്തെ രീതിയിലുള്ള ആൾക്കാരല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ സുഹൃത്തെ എന്നെ? അല്ല, ഞാൻ വിവാഹിതയാണ്. ഒരു കാര്യം ചെയ്യാം, ഞാനത് റിമൂവ്. നീ റിമൂവ് ചെയ്യേണ്ട, അതിന്ന് എക്സിറ്റ് അടിച്ച് പോകാനൊക്കെ ഉള്ളത് എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ ഇതൊക്കെ വീഡിയോ ചെയ്ത് റെക്കോർഡ് ചെയ്ത് പോണുള്ള തട്ടിപ്പുകള് നിങ്ങളെ ഫോളോവേഴ്സിന്റെ അകത്ത് എന്നെ നോക്കിയ സനൽ നിറക്കൂട്ടുന്ന കാണാം. നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് വേണ്ടി വാദിച്ചിട്ട് സുഹൃത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് വേണ്ടി നിങ്ങൾ വാദിക്കുന്നോ വാദിക്കാത്തതോ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ എന്താന്നുള്ളത് എനിക്കറിയാവുന്ന, ഞാനൊരു വിവാഹം കഴിച്ച് ഭർത്താവും കുഞ്ഞുങ്ങളുമായിട്ട് താമസിക്കുന്ന നിങ്ങളെ അറിയോ? എന്റെ അടുത്ത ബ്യൂറോ നിങ്ങളെ ഞാൻ ഇനാഗ്രേഷൻ നടത്താൻ ക്ഷണിക്കാൻ ഇന്നു മുന്നേ വിളിച്ചിരുന്നു. നിങ്ങൾ ഫോൺ എടുക്കുന്നില്ല. എനിക്ക് താല്പര്യമില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ മാത്രമായിരിക്കും അഡ്മിൻ ഓൺലി ആയിരിക്കും നിങ്ങൾക്ക് അതിൽ പ്രൊഫൈൽ ഫോട്ടോയും കാര്യങ്ങളും ഇടാൻ പറ്റുക. പക്ഷെ നിങ്ങൾ ഉള്ള 330 ആൾക്കാർക്കും എന്നെ കാണാൻ പറ്റും. അപ്പം ഈ 330 ആൾക്കാരും ഞാൻ പറയുന്ന മുഴുവനായിട്ട് കേൾക്കടോ. ഈ 330 ആൾക്കാരും എന്നെ കുറിച്ച് എന്താ വിചാരിക്കുക? ഞാൻ എന്താ സെക്കൻഡ് മാരേജിന് നോക്കുന്നതെന്നല്ലേ വിചാരിക്കുള്ളൂ? അല്ലേ, നീ അഡ്മിൻ ഓൺലി ആക്കരുതായിരുന്നു. ഈ അഡ്മിൻ ഓൺലി 330 ആൾക്കാർ അതിലുണ്ട്.
അതിലുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് പ്രൊഫൈല് ചെക്ക് എല്ലാരും ഉണ്ട്. പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഗ്രൂപ്പിൽ ഒറ്റ മിനിറ്റ്. ഈ ഇടയ്ക്ക് ഞാൻ പറയട്ടെ, ഈ ഒരു ഗ്രൂപ്പിൽ ജസ്ന സലീം എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ അവർ കാണുന്ന സമയത്ത് അവരെന്താ പറയാ, അവള് സെക്കൻഡ് മാരേജിന് നോക്കുകയാണ്. ഈ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ കല്യാണം നടത്തുന്ന ആൾക്കാരല്ലേ ഇതിന്റെ അകത്തുള്ളത്. നിങ്ങളെ തെറ്റിദ്ധരിച്ചതാ. ഇതിന് വരുന്ന ആൾക്കാർ ഇത് അധികം ടോയിനിങ്ങാണ് വരുന്നത്. ഇത് കല്യാണം നടത്താൻ വേണ്ടി വരുന്നതല്ല. അതായത് സ്വന്തം ആൾക്കാർക്ക് അതിന് വേണ്ടിയിട്ടല്ല. ഇതിൽ വരുന്ന പ്രൊഫൈൽസ് കുടുംബക്കാർക്ക് ആർക്കെങ്കിലും കൊടുത്തിട്ട് ആർക്കും വേണമെങ്കിൽ ഇതൊരു സേവനം പോലെയാ. ഞങ്ങൾ അങ്ങനെയാ ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ ഫീസ് വാങ്ങലില്ല അല്ലേ? സേവനത്തിന് ഫീസ് വാങ്ങലില്ല? വാങ്ങും. പക്ഷെ ഒരു കാര്യം, ഇതിനകത്ത് ജോയിനിങ് ആയിട്ട് ഫീസ് വാങ്ങുന്നതിന് എങ്ങനെയാ സുഹൃത്തെ സേവനം എന്ന് പറയാ? പെൺകുട്ടികൾക്ക് ഫീസ് വാങ്ങുന്നില്ല, രജിസ്റ്റർ ഫീസ് വാങ്ങുന്നില്ല. ആൺകുട്ടികളോട് നിങ്ങൾ ആവശ്യത്തിലധികം വാങ്ങുന്നുണ്ടല്ലോ. ഇല്ല ഇല്ല ഇല്ല, പെൺകുട്ടികളോട് ഞങ്ങൾ ഒന്നും വാങ്ങുന്നില്ല. ആൺകുട്ടികളോട് വാങ്ങുന്നുണ്ടല്ലോ. ആൺകുട്ടികളോട് കുറച്ചാ വാങ്ങുന്നത്. നിങ്ങൾ നാളെ ഒരിക്കൽ എന്റെ ഫോട്ടോ കാണിച്ച് മറ്റൊരാൾക്ക് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ പൈസ മേടിക്കൂല എത്ര ഉറപ്പ്? ഞാനിത് റിട്ടേൺ കംപ്ലൈന്റ് ആക്കി കൊടുക്കാൻ പോവുകയാണ്. എന്നെ ഇങ്ങനെ ഒരു ബ്യൂറോയിൽ എന്നെ ഇങ്ങനെ ആഡ് ചെയ്തിക്കെന്ന് പറഞ്ഞിട്ട് ഞാനിതൊരു കംപ്ലൈന്റ് ആക്കിയിട്ട് തന്നെ കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ കൊടുക്കണ്ട. ഞാൻ കൊടുക്കും. കൊടുക്കണ്ടെന്ന് നീ അല്ല തീരുമാനിക്കേണ്ടത്. നിങ്ങളോട് ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കില്ല. നിങ്ങൾ കൊടുക്കും. ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളോട് നല്ല രീതിയിൽ സന്തോഷത്തോടെ സോഷ്യൽ മീഡിയയിൽ ഞാൻ നമ്പർ കൊടുത്തിരിക്കുന്നത് നിങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ഈ മാരേജ് ബ്യൂറോയിൽ എന്റെ ഫോട്ടോയും എന്റെ വീഡിയോയും എന്റെ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. അല്ല, നിങ്ങളൊന്നും കൊടുത്തില്ല. നിങ്ങളെന്താ പറഞ്ഞത്? ഞാനെന്താ പറഞ്ഞത്? എന്തിനാണ് എന്നെ ആഡ് ചെയ്തത്? എന്റെ അനുവാദമില്ലാതെ ഒരു ഗ്രൂപ്പിന്റെ അകത്ത് എന്തിനാണ് എന്നെ ആഡ് ചെയ്തത്? നിങ്ങൾ ഞാൻ ഇതിനു മുമ്പ് വിളിച്ചിരുന്നു. എന്റെ ഒരു ഇനോഗ്രേഷൻ നിങ്ങൾ എനിക്ക് അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഇനോഗ്രേഷന് വരാൻ താല്പര്യമില്ല. ഞാൻ നിന്നോട് ഇരിക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ അറിയില്ല. ഞങ്ങൾ വിളിച്ചു വെച്ച് നിങ്ങൾ ഫോൺ എടുത്തില്ലെന്ന്. എന്ത് ഫോൺ എടുത്തിട്ടില്ലാന്ന്? ഞാൻ എവിടെങ്കിലും ഏതെങ്കിലും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ബ്യൂറോയിൽ എന്നെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ നമ്പർ ആഡ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്? ഇല്ല, പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ ഈ ഇതിൽ ആഡ് ചെയ്തു? എനിക്കതാണ് അറിയേണ്ടത്. എനിക്കൊരു അഭിമാനം തോന്നി. എന്ത് അഭിമാനം തോന്നിയെന്ന്? ഒരു പെൺകുട്ടികളെ ഫോട്ടോ കണ്ട ആണുങ്ങൾക്കൊക്കെ അയച്ചു കൊടുക്കുന്നതിൽ എന്നെ എന്തിനാ ആഡ് ചെയ്തെന്ന്? ഏതായാലും നമുക്ക് നിയമപരമായിട്ട് നമുക്ക് നേരിടാട്ടോ ഇത്. ബാക്കി നിയമപരമായിട്ട് നമുക്ക് നോക്കാം.